ഡിസംബർ 27 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധ യോഹന്നാൻ, വിശുദ്ധ ഫബിയോള, അലക്സാണ്ട്രിയയിലെ വിശുദ്ധ മാക്സിമുസ്, വിശുദ്ധ നിക്കറേറ്റ്, വിശുദ്ധ തെയോഡർ, വിശുദ്ധ തെയഫനസ്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹ 100-ാം ശതാബ്ദത്തിലാണ് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ജീവിച്ചിരുന്നത്. ബെത്സൈദക്കാരായ സെബദിയുടെയും സാലോമിയുടെയും ഇളയ മകനാണ് യോഹന്നാൻ. അദ്ദേഹവും ജ്യേഷ്ഠൻ വലിയ യാക്കോബും വിശുദ്ധ പത്രോസിനെ പോലെ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരായിരുന്നു. അന്ത്യ അത്താഴവേളയിൽ യേശുവിൻ്റെ മാറിൽ ചാരിക്കിടന്നിരുന്ന അവിടുത്തെ ശ്രേഷ്ഠ ശിഷ്യനായിരുന്നു യോഹന്നാൻ. യേശുവിൻ്റെ രൂപാന്തരീകരണ വേളയിലും ജൈറോസിൻ്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും ഗെത്സമനിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോഴും യോഹന്നാൻ പത്രോസിനോടും യാക്കോബിനോടുമൊപ്പം സന്നിഹിതനായിരുന്നു. ഈശോ മരണനേരത്ത് തൻ്റെ കന്യകയായ അമ്മയെ ഏൽപ്പിച്ചത് ബ്രഹ്മചാരിയായ യോഹന്നാനെയാണ്. 52-ാം ആണ്ട് വരെ യോഹന്നാൻ ജെറുസലേമിൽ തന്നെ താമസിച്ചു. പിന്നീട് അദ്ദേഹം എഫേസുസിലേക്ക് പോയെന്നും അവിടെ വെച്ച് മരിച്ചുവെന്നുമാണ് പാരമ്പര്യം. അതിനിടയ്ക്ക് 95-ാം ആണ്ടിൽ കുറേ കാലം പാത്മോസ് ദ്വീപിൽ വിപ്രവാസിയായി കഴിഞ്ഞു. വിപ്രവാസത്തിന് മുൻപ് ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞാനുസാരം അദ്ദേഹത്തെ തിളയ്ക്കുന്ന എണ്ണയിലിട്ട് വറുത്തു നോക്കിയെങ്കിലും അത്ഭുതകരമായ വണ്ണം സ്ലീഹ സംരക്ഷിക്കപ്പെട്ടുവെന്ന് തെർത്തുല്യൻ പറയുന്നു. AD 98 ശേഷം യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അപ്പസ്തോലന്മാരിൽ അവസാനമായി രക്തസാക്ഷിത്വം വരിച്ചു. യോഹന്നാൻ്റെ സുവിശേഷവും 3 ലേഖനങ്ങളും വെളിപാടും വളരെ ശ്രദ്ധേയമാണ്. സുവിശേഷം എഴുതിയത് 90-നും 100-നും മധ്യേ ആണ്. യോഹന്നാൻ സുവിശേഷം എഴുതാൻ തുടങ്ങിയപ്പോൾ മറ്റു 3 സുവിശേഷങ്ങളും വായിച്ച് പരിചയപ്പെട്ടിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പീഡാനുഭവ ചരിത്രവും 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റി തൃപ്തിപ്പെടുത്തിയതും വെള്ളത്തിൻ്റെ മീതെ നടന്നതും മഗ്ദലേന ഈശോയുടെ പാദങ്ങൾ കഴുകിയതും ഒഴികെ സമാന്തര സുവിശേഷങ്ങളിലെ വിവരണങ്ങളിൽ നിന്നും യാതൊന്നും സ്ലീഹ ആവർത്തിക്കുന്നില്ല. വചനത്തിൻ്റെ ചരിത്രം കൊണ്ട് ആരംഭിക്കുന്ന തൻ്റെ സുവിശേഷം ഈശോയുടെ ദൈവത്തിൽ സ്ഥാപിക്കാൻ താൻ എഴുതിയതാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31-ലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഈശോയുടെ വംശാവലി കൊണ്ട് സുവിശേഷം ആരംഭിക്കുന്ന മത്തായിയുടെ പ്രതീകം മനുഷ്യനാണെങ്കിൽ യോഹന്നാൻ്റെ പ്രതീകം വാനം മേഘങ്ങളിലേക്ക് പറക്കുന്ന കഴുകൻ്റേതാണ്. ആധ്യാത്മിക സുവിശേഷമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തെ വിളിക്കാറുണ്ട്. യോഹന്നാനെയും സഹോദരൻ യാക്കോബിനെയും ഇടുനാഥപുത്രന്മാർ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഈശോയെ സ്വീകരിക്കാതിരുന്ന സമരിയക്കാരുടെ മേൽ തീയിറക്കട്ടെ എന്ന് ചോദിച്ചതും ഈശോ തൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ ഈ 2 സഹോദരന്മാരെ വലത്തുമിടത്തും ഇരുത്തണമെന്ന് ആവശ്യപ്പെട്ടതുമായിരിക്കാം ഇതിനുള്ളൊരു കാരണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാർദ്ധക്യത്തിൽ യോഹന്നാൻ തൻ്റെ ഉപദേശം ആരാഞ്ഞിരുന്നവരോട് ഒരേ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നത്: കുഞ്ഞുമക്കളെ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. അതുപോലെ 1 യോഹന്നാൻ 4-ാം അധ്യായം 16-ാം വാക്യം നമ്മളോട് ഇങ്ങനെ പറയുന്നു: ദൈവത്തിന് നമ്മളോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നാം മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. ഇന്നത്തെ ഈ ദിവസം 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാം വാക്യം നമുക്ക് ധ്യാനിക്കാം. താൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയുകയും അതേസമയം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ അസത്യമത്രേ പറയുന്നത്. ദൃശ്യനായ സഹോദരനെ സ്നേഹിക്കാത്തവന് അദൃശ്യനായ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതെങ്ങനെ? നമുക്കും യോഹന്നാൻ്റെ ഈ ഒരു വചനത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കുവാൻ ശ്രമിക്കാം. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായെ ഈ ലോകത്തുള്ള എല്ലാവരെയും ഞങ്ങളുടെ സഹോദര തുല്യരായി കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുവാൻ, അതിനുള്ളൊരു മനസ്സ് ലഭിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.